ഹായ്, നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ വന്നിട്ടുള്ള ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുബന്ധ വസ്തുതകളും പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ആദ്യ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം പലതവണ ആവർത്തിച്ചിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഈസ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഡാഷ് ഹോർമോൺ. വിച്ച് ഹോർമോൺ ഏതാണെന്നുള്ളതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസിന് കാരണം. ഇതേപോലെ തന്നെ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട വളരെയധികം ചോദ്യങ്ങൾ പരീക്ഷയിൽ വരാറുണ്ട്. ഹ്യൂമൻ ബോഡി ഒരു ടോപ്പിക്കാണ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഹോർമോണുകൾ. ഓക്കെ, ഇവിടെ ഏതാണ് ആൻസർ? എല്ലാവർക്കും അറിയായിരിക്കും. ഏതാണ്? ADH ആണ്, ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ ആണ്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിച്ചു വെക്കാനുണ്ട്. ഈ ലെവൽ പരീക്ഷകളിൽ പല ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള കുറെ ഫാക്ട്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല, കാരണം നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ പഠിച്ച സമയത്ത് ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹം വിശദമായിട്ട് പഠിച്ചാണ്. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഗെസ്റ്റേഷണൽ ഡയബറ്റീസും ഒക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം. ഓക്കെ, അപ്പോൾ ഡയബറ്റിസ് മെലിറ്റസിന് കാരണം ഏതിൻ്റെ കുറവാണ്? ഇൻസുലിൻ്റെ കുറവാണ്. ദെൻ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് നമ്മൾ പറഞ്ഞു എന്തിൻ്റെ കുറവാണ്? ADHന്റെ കുറവാണ്. എന്താ ADH? ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. ഡൈയൂററ്റിക്സ് എന്ന് പറഞ്ഞാൽ മൂത്രത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡൈയൂററ്റിക്സ് എന്ന് പറയുക. അപ്പൊ ആന്റി മുന്നിൽ വന്നാൽ എന്തായി? എതിരെയായി. അപ്പൊ ആന്റി ഡൈയൂററ്റിക്സ് എന്ന് പറഞ്ഞാലോ മൂത്രത്തിന്റെ അളവ് കുറയ്ക്കുന്ന പദാർത്ഥങ്ങളാണ്. അപ്പൊ ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ അല്ലെ, മൂത്രത്തിന്റെ അളവ് കുറയ്ക്കും. ADH. അപ്പൊ ADHന്റെ കുറവാണ് എന്തിന് കാരണം? ഡയബറ്റിസ് ഇൻസിപ്പിഡസിന് കാരണം. അപ്പൊ ADH കുറഞ്ഞു പോയാൽ മൂത്രത്തിന്റെ അളവ് അങ്ങ് കൂടിപ്പോകും അല്ലെ, മൂത്രത്തിന്റെ അളവ് കുറയ്ക്കുന്ന ആളല്ലേ ഇത്, അപ്പൊ കൂടുതലായിരിക്കും. അപ്പൊ പോളിയൂറിയ, മൂത്രത്തിന്റെ അളവ് കൂടുതൽ, മൂത്രം കൂടുതലായിട്ട് പുറന്തള്ളുന്ന അവസ്ഥയാണെന്ന് പറയാം പോളിയൂറിയ എന്ന് പറയാം. അതൊക്കെ ഇതിന്റെ ലക്ഷണമാണ്, ഡയബറ്റിസ് ഇൻസിപ്പിഡസിന്റെ ലക്ഷണമാണ്. അതേപോലെ ഡയബറ്റിസ് മെലിറ്റസിലും വളരെ കൂടുതലായിട്ട് മൂത്രമൊഴിക്കുന്ന അവസ്ഥയുണ്ടാവും, പോളിയൂറിയ എന്നാണ് പറയുക. അതേപോലെ ദാഹം കൂടുതലായിരിക്കും, പോളിഡിപ്സിയ എന്ന് പറയും. അതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, ഇവിടെ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ADH അഥവാ നമ്മൾ കൂടുതൽ ഇതിനെ അറിയപ്പെടുക വാസോപ്രസിൻ എന്നാണ്. കുറച്ചു കാലമായിട്ട് ഇതിന്റെ പേര് അല്ലെ ഒരു മാറ്റമൊക്കെ വരുത്തി അർജിനിൻ വാസോപ്രസിൻ എന്ന് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അർജിപ്രസിൻ എന്ന് പറയും. അർജിനിൻ വാസോപ്രസിൻ, സാധാരണ നമ്മൾ വാസോപ്രസിൻ എന്നാണ് പറയാറ് അല്ലെ. അപ്പൊ ഇതുകൂടി ഒന്ന് ഓർത്ത് വെക്കണം, അർജിനിൻ വാസോപ്രസിൻ, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തുകൊണ്ട് അർജിപ്രസിൻ എന്നൊക്കെ എന്തറിയപ്പെടുന്നുണ്ട്? ADH അറിയപ്പെടുന്നുണ്ട്. ദെൻ നോക്കിയ ഇതിന്റെ ടൈപ്പാണ് സെൻട്രൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അതിന് നമ്മൾ AVPD എന്ന് പറയും. എന്താ AVPD എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തായിരിക്കും? ഇതാ അർജിനിൻ വാസോപ്രസിൻ ഡി. അർജിനിൻ വാസോപ്രസിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് AVPD. ഇത് ഡെഫിഷ്യൻസി എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അർജിനിൻ വാസോപ്രസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് സെൻട്രൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസിന് പറയുന്ന മറ്റൊരു പേരാണ്, ഇതൊക്കെ കാണുമ്പോൾ എന്തോ വലിയ പേര് പോലെയൊക്കെ ഒന്നുമില്ല, ഹൈപ്പോഫിസി അല്ലെ. ഹൈപ്പോഫിസിസ് അറിയാലോ, ഹൈപ്പോതലാമസ് അല്ലേ വാസോപ്രസിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഹൈപ്പോഫിസിസ് അത് കണക്ട് ചെയ്യുക. നെർവസ് സിസ്റ്റം. അപ്പൊ ന്യൂറോ ഹൈപ്പോഫിസിയൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ആ ഒരു സാധനം മുന്നിലുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടാൽ ഇത് ഞാൻ പഠിച്ച ആ വാസോപ്രസിന്റെ സാധനം അല്ലേ, ഇത് വേറെയാണോ എന്നൊന്നും ചിന്തിച്ച് എഴുതാതിരിക്കരുത്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ആവുമ്പോൾ ആ രീതിയിലൊക്കെ ഉണ്ടാവും. ന്യൂറോ ഹൈപ്പോഫിസിയൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയും സെൻട്രൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസിനെ. AVPD എന്നൊന്നും കണ്ടാൽ ചിലപ്പോൾ പലരും എഴുതാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഉണ്ടാവും. ദെൻ മറ്റൊരു ടൈപ്പാണ് നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. നെഫ്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വൃക്ക അറിയാലോ, നെഫ്രോളജി, വൃക്കയെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ നെഫ്രോജനിക്, അതായത് മുൻകാലങ്ങളിൽ ഇത് അറിയപ്പെട്ടിരുന്നത് റീനൽ എന്ന് മാത്രം. റീനൽ എന്ന് പറഞ്ഞാലും എന്തുമായിട്ട് ബന്ധപ്പെട്ട? വൃക്കയുമായി ബന്ധപ്പെട്ടാണ്. റീനൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇപ്പൊ നമ്മൾ പൊതുവെ അതിനെ നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നാണ് വിളിക്കുക. AVPR എന്ന് പറയും. ഇത് AVP ഒക്കെ ആവശ്യത്തിനുണ്ടാവും, അതായത് അർജിനിൻ വാസോപ്രസിൻ ഓൾറെഡി ഉണ്ട്, അതിന് ഡെഫിഷ്യൻസി കൊണ്ടല്ല. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? AVPR ആണ്, റെസിസ്റ്റന്റ് ആണ്. അതായത് ഈ AVP ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, പക്ഷെ അതിനെതിരെയുള്ള പ്രതിരോധം സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ട്, സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണെന്ത്? നെഫ്രോജനിക് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് മാത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പലരും തെറ്റിക്കാറുണ്ട്. നിങ്ങൾക്കത് പറ്റാൻ പാടില്ല. അതുകൊണ്ട് ആ ലെവലിൽ തന്നെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ആ ലെവൽ കാര്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് ഈ വാസോപ്രസിൻ
അല്ലേ? അതായത് നമ്മൾ പറഞ്ഞ അർജിനിൻ, വാസോപ്രസിൻ അഥവാ അർജിപ്രസിൻ എന്നൊക്കെ പറയുന്ന സാധനം വാസോപ്രസിൻ. പിന്നെയോ ഓക്സിറ്റോസിൻ. ഇതൊക്കെ നിർമ്മിക്കുന്നത് അല്ലെ ആരാണ്? ഹൈപ്പോതലാമസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ്. പലരും തെറ്റിക്കുന്ന ഒരു പോയിന്റാ. കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതെന്താ സംഭവം? സ്റ്റോർഡ് ആൻഡ് സെക്രീറ്റഡ് ബൈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ് ഇത് സംഭരിക്കപ്പെടുന്നതും അതേപോലെ തന്നെ അവിടെ നിന്നാണ് സ്രവിക്കപ്പെടുന്നതും. അപ്പൊ സെക്രീറ്റഡ് ബൈ ചോദിച്ചാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, സ്റ്റോർഡ് ബൈ ചോദിച്ചാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ദെൻ പ്രൊഡ്യൂസ്ഡ് ബൈ എന്ന് ചോദിച്ചാൽ ഹൈപ്പോതലാമസ്. ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. അത് എവിടെ സംഭരിക്കപ്പെടുന്നു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ സംഭരിക്കപ്പെടുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? സ്രവിക്കപ്പെടുന്നു. അപ്പൊ ആ രീതിയിൽ തന്നെ ഇത് ഓർത്ത് വെക്കണേ. ഓക്കെ, അതിൽ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബാണ്. ആന്റീരിയർ ലോബും ഉണ്ട്, പോസ്റ്റീരിയർ ലോബും ഉണ്ട് അല്ലെ? പിൻതളമാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പിൻതളത്തിൽ നിന്നാണ് എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? സ്രവിക്കപ്പെടുന്നത്. ഏതാ? യെസ്, ഈ ഒരു ഹോർമോൺ സ്രവിക്കപ്പെടുന്നത്, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഹൈപ്പോതലാമസും, ദെൻ സ്രവിക്കപ്പെടുന്നത്, സ്റ്റോർ ചെയ്യപ്പെടുന്നതും സ്രവിക്കപ്പെടുന്നതും, അതായത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നതും എവിടെ നിന്നുള്ള ഓർമ്മിക്കുക? യെസ്, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത്. എന്താണ് മാസ്റ്റർ ഗ്ലാൻഡ്? അതായത് മറ്റ് ഗ്രന്ഥികളുടെ ഹോർമോൺ ഉൽപാദനത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? നമ്മൾ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കും. അതേപോലെ ഗ്രോത്ത് ഗ്ലാൻഡ് എന്ന് വിളിക്കും. അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഗ്രോത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്ന ആരെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ഗ്രോത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്ന ആരാ? യെസ്, സൊമാറ്റോട്രോപ്പിൻ ആണ്. ആരാണ്? സൊമാറ്റോട്രോപ്പിൻ. ആ സൊമാറ്റോട്രോപ്പിനെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് എന്ത് വിളിക്കുന്നു? യെസ്, ഗ്രോത്ത് ഗ്ലാൻഡ് എന്നറിയപ്പെടും. അപ്പം പീയൂഷ ഗ്രന്ഥിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? മാസ്റ്റർ ഗ്ലാൻഡ്, ഗ്രോത്ത് ഗ്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇവിടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പോസ്റ്റീരിയർ ലോബിലാണ്, പിൻതളത്തിലാണ് എന്ത് ഈ പറഞ്ഞ വാസോപ്രസിൻ സ്റ്റോർ ചെയ്യപ്പെടുന്നതും അല്ലെ? ഓക്സിറ്റോസിനും വാസോപ്രസിനും സ്റ്റോർ ചെയ്യപ്പെടുന്നതും സെക്രീറ്റ് ചെയ്യപ്പെടുന്നതും എവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞു? പിൻതളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. എന്നാൽ ആന്റീരിയർ ലോബ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ, പീയൂഷ ഗ്രന്ഥിയുടെ ആന്റീരിയർ ലോബ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? ട്രോഫിക് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ആന്റീരിയർ ലോബാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ട്രോഫിക് ഹോർമോണുകൾ. എന്താ ട്രോഫിക് ഹോർമോണുകൾ? ട്രോഫി. എന്താ ട്രോഫി? ട്രോഫി എപ്പോഴാണ് കിട്ടുക? നിങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിച്ചിട്ട് നിങ്ങൾ വിജയിക്കുമ്പോൾ. ട്രോഫിക തലം എന്ന് കേട്ടില്ലേ? പോഷണ തലം. ട്രോഫോളജി എന്ന് കേട്ടിട്ടില്ലേ? പോഷണത്തെക്കുറിച്ചുള്ള പഠനം. അപ്പൊ ട്രോഫോ എന്ന് കേട്ടാൽ പോഷണം, എന്തിൻ്റെയൊക്കെയോ പരിപോഷിപ്പിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതാണ് ട്രോഫിക് ഹോർമോണുകൾ. മറ്റു ഹോർമോണുകളുടെ ഉൽപാദനത്തെ പരിപോഷിപ്പിക്കുന്ന, മറ്റു ഹോർമോണുകളുടെ ഉൽപാദനത്തിനെ സഹായിക്കുന്ന ഹോർമോണുകളാണ് എന്ത്? ട്രോഫിക് ഹോർമോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പീയൂഷ ഗ്രന്ഥിയുടെ മുൻതളം എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ട്രോഫിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇഷ്ടംപോലെ പഠിക്കണം, നിങ്ങൾ മൊത്തമായിട്ട് മറന്നു പോവുകയും ചെയ്യും. ഈ ട്രോഫിക് ഹോർമോണുകളുടെ പരിപാടി എന്താണെന്ന് പറഞ്ഞത്? ട്രോഫോ, പോഷണം, മറ്റ് ഹോർമോൺ ഉൽപാദനത്തിനെ പോഷിപ്പിക്കുക. നോക്ക്, ട്രോഫിക് ഹോർമോണുകളിൽ വരുന്ന ആളുകളാണ് ഒന്ന് TSH. ഇതിന്റെ പേര് നോക്കിയേ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് ഗ്രന്ഥിയുടെ തൈറോക്സിൻ അറിയാലോ? ആ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആളാണ്, അതിനെ ത്വരിതപ്പെടുത്തുന്ന ആളാണ്. അപ്പം ട്രോഫിക് ഹോർമോണിലെ ഒന്നാണിത്. അപ്പം തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നു. ദെൻ അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അഡ്രിനൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് എന്നുള്ള ഭാഗം അറിയാലോ? അപ്പൊ ആ അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ ഉൽപാദനത്തെ ത്വരിതപ്പെടുത്തും. അപ്പൊ അഡ്രിനൽ ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നു. ദെൻ LH, ലൂട്ടിനൈസിങ് ഹോർമോൺ. എന്താണ്? ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറയും, ലൂട്ടിനൈസിങ് ഹോർമോൺ. ദെൻ FSH. എന്താ FSH? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ദെൻ GH. എന്താ GH? ഗ്രോത്ത് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ. ഓക്കെ. ദെൻ പ്രൊലാക്റ്റിൻ. ഇതൊക്കെ എന്ത് ഹോർമോണുകൾക്ക് ഉദാഹരണമാണ്? ട്രോഫിക് ഹോർമോണുകൾക്ക് ഉദാഹരണമാണ്. ട്രോഫിക ഹോർമോണുകളാണ്, ട്രോപ്പിക് ഹോർമോണുകളാണ്. ഓക്കെ. അപ്പോൾ ട്രോഫിക് ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആന്റീരിയർ പിറ്റ്യൂട്ടറി. ട്രോഫിക് ഹോർമോൺസ് ആരാണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ്. അപ്പൊ TSH നമ്മൾ പറഞ്ഞു, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, തൈറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ സ്റ്റിമുലേഷന് സഹായിക്കുന്നു. അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ സ്റ്റിമുലേഷന് സഹായിക്കുന്നു. അഡ്രിനോ കോർട്ടിക്കോ ട്രോഫിക് ഹോർമോൺ. ഇതൊക്കെ ബൈഹാർട്ട് പഠിച്ചിട്ട് ഇതിന്റെ ഫുൾ ഫോം ചെല്ലിപ്പടിക്കാനൊന്നും ഒന്നും കിട്ടില്ല. ചിന്തിക്കുക, ട്രോഫിക് ഹോർമോണുകളാണ്. അപ്പൊ മറ്റ് ഗ്രന്ഥികളുടെ ഹോർമോൺ ഉൽപ്പാദനത്തിനെ ത്വരിതപ്പെടുത്തുന്നു.
അപ്പോൾ എസ് കാണുന്നുണ്ടെങ്കിൽ സ്റ്റിമുലേഷൻ ആയിരിക്കും. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, LH ലൂട്ടിനൈസിംഗ് ഹോർമോൺ, FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ദെൻ ഗ്രോത്ത് ഹോർമോൺ, ദെൻ പ്രൊലാക്റ്റിൻ പാലുൽപാദനം ത്വരിതപ്പെടുത്തുന്നു അല്ലെ, പ്രൊലാക്റ്റിൻ. അപ്പൊ ഈ രീതിയിൽ ഈ ട്രോഫിക് ഹോർമോണുകളെ ഓർമ്മിച്ച് വെക്കുക. അതേപോലെ ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി നമ്മൾ പറഞ്ഞു, പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ത് ചെയ്യുന്നു? മറ്റ് ഗ്രന്ഥികളുടെ ഹോർമോൺ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നു. എങ്ങനെ? ഈ പറയുന്ന സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, ട്രോഫിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്. ഓക്കെ, ദെൻ ഇത് കൂടാതെ ഹൈപ്പോതലാമസ് ചെയ്യുന്ന പണി നോക്കിയേ നിങ്ങൾ. ഹൈപ്പോതലാമസ്, ഓക്കെ, ഈ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്തിനു സഹായിക്കുന്നു പറഞ്ഞു? മറ്റ് ഹോർമോൺ ഉൽപ്പാദനത്തിനെ, മറ്റ് ഗ്രന്ഥികളുടെ ഹോർമോൺ ഉൽപ്പാദനത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ഈ പറയുന്ന ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നുണ്ട്? ചില റിലീസ് ഹോർമോണുകൾ പുറപ്പെടുവിക്കും, ചില ഇൻഹിബിറ്റിംഗ് ഹോർമോണുകൾ പുറപ്പെടുവിക്കും. ആ വാക്ക് നോക്കിയാൽ റിലീസിങ്, റിലീസ് ചെയ്യുക, സ്വതന്ത്രമാക്കുക, സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള റിലീസിങ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ. മറ്റത് സ്റ്റിമുലേറ്റിംഗ് ആണ്, മനസ്സിലായില്ലേ? ട്രോഫിക് ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ മറ്റു ഹോർമോണുകൾ ഉൽപ്പാദനം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആള്. ഓക്കെ, അത് ആര് ചെയ്യുന്നു? പീയൂഷഗ്രന്ഥി ചെയ്യുന്നു. എന്നാൽ ഈ പറയുന്ന പീയൂഷഗ്രന്ഥി ചെയ്യുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത്തരം ഹോർമോണുകളുടെ പുറത്തുവിടലിന്, റിലീസ് ചെയ്യലിന് സഹായിക്കുന്ന റിലീസിങ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? ഹൈപ്പോതലാമസ്. അപ്പോൾ ഈ മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന പീയൂഷഗ്രന്ഥിയെയും കൂടെ നിയന്ത്രിക്കുന്ന ആളാണ് ഹൈപ്പോതലാമസ്. വേണമെങ്കിൽ നമുക്ക് മാസ്റ്റർ ഓഫ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നൊക്കെ വിളിക്കാം, പക്ഷെ അങ്ങനെ ഒരു വിശേഷണം ഇല്ല, വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നു? ഇത്തരം റിലീസിങ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇൻഹിബിറ്റിംഗ്, എന്താ ഇൻഹിബിറ്റിംഗ്? തടയുക. ഇത്തരം ഹോർമോണുകളുടെ ഉൽപ്പാദനം തടയുന്ന, ഇൻഹിബിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ബൈ ഹാർട്ട് പഠിക്കരുതേ, നോക്കിക്കോ. റിലീസിങ് ഹോർമോണുകളുടെ പേരൊക്കെ ഒന്നുകിൽ ലിബറിൻ, ലിബറേറ്റ് ചെയ്യുക, സ്വതന്ത്രമാക്കുക, റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രൈനിൻ, ക്രൈൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, അത് തന്നെയാണ് സ്വതന്ത്രമാക്കുക, സ്രവിക്കുക എന്നുള്ളൊക്കെ അർത്ഥമാണ്. നിങ്ങൾ എൻഡോക്രൈൻ, എക്സോക്രൈൻ എന്ന് പറയില്ലേ? എൻഡോക്രൈൻ ഗ്ലാൻഡ്, അന്തസ്രാവി ഗ്രന്ഥികൾ, അന്തസ്രാവി, അന്തർഭാഗത്തേക്ക് സ്രവിക്കുക. ദെൻ എക്സോക്രൈൻ, എക്സോ പുറത്തേക്ക്, ക്രൈൻ സ്രവിക്കുക. എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്? ബഹിർസ്രാവി ഗ്രന്ഥിയാണ്, പുറത്തേക്ക് സ്രവിക്കുന്ന, അല്ലേ? ആ വാക്ക് തന്നെയുണ്ട്, ക്രൈൻ, സ്രവിക്കുക. അപ്പം അങ്ങനെ സ്രവിക്കാൻ, റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ട് ലിബറിനുകൾ അല്ലെങ്കിൽ ക്രൈനിനുകൾ എന്നാണ് വിളിക്കുക. ലിബറിൻസ് ചേർത്ത് പറയും, അല്ലെങ്കിൽ ക്രൈനിൻസ് എന്ന് ചേർത്ത് പറയും. അപ്പോൾ അങ്ങനെ പറയുന്നൊക്കെ റിലീസിങ് ഹോർമോൺ ആയിരിക്കും. ഉൽപ്പാദിപ്പിക്കുന്ന ആരായിരിക്കും? ഹൈപ്പോതലാമസ് ആയിരിക്കും. അല്ലാണ്ട് ഓരോന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അതേപോലെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ, തടസ്സപ്പെടുത്തുകയല്ലേ, അത്തരം ഹോർമോണുകളുടെ പേരുകളുടെ കൂട്ടത്തിൽ നമ്മൾ സ്റ്റാറ്റിൻ എന്ന് ചേർക്കാറുണ്ട്. സ്റ്റാറ്റിൻ, സ്റ്റാറ്റിക്, നിശ്ചലമാക്കുക, ആ ഉൽപാദനം അല്ലേ നടന്ന് അത് സ്രവിക്കാൻ സഹായിക്കുന്നത്, റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് റിലീസ് ഹോർമോൺ, അതിൻ്റെ ഉൽപാദനം നിർത്താൻ സഹായിക്കുന്നത് ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളുടെ പേര് സ്റ്റാറ്റിൻ വെച്ചിട്ട് പറയും. അപ്പോൾ അങ്ങനെ വരാൻ പോകുന്ന കുറേ പേരുകളാണിത്. അപ്പോൾ ഇതെല്ലാം ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ പഠിച്ച സാധനത്തിൻ്റെ ഒക്കെ ലിബറിനും ക്രൈനിനും പഠിക്കും, അത് റിലീസിങ് ഹോർമോൺ ആയിരിക്കും. നേരത്തെ പഠിച്ച സാധനത്തിൻ്റെ ഒക്കെ സ്റ്റാറ്റിൻ വരുമ്പോൾ അതെന്തായിരിക്കും? ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആയിരിക്കും. റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണും പുറപ്പെടുവിക്കുന്ന ആരാ? ഹൈപ്പോതലാമസ്. ട്രോഫിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? പീയൂഷഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിയേ നിങ്ങൾ, റിലീസിങ് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന്. TRH ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നേരത്തെ പറഞ്ഞ തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനം, അതിലെ അത് ഏതൊക്കെ ഹോർമോണാണ്? ആ ഹോർമോണിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പം തൈറോയിഡ് റിലീസിങ് ഹോർമോൺ, സിമ്പിൾ. TSH എന്തായിരുന്നു? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഇത് അതിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു, സ്രവിക്കാൻ സഹായിക്കുന്നു. അപ്പൊ എന്താ? തൈറോയിഡ് റിലീസിങ് ഹോർമോൺ. അപ്പൊ എങ്ങനെ പറയാൻ പേര്? തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഓക്കെ, അപ്പൊ തൈറോയിഡ് റിലീസിങ് ഹോർമോൺ അല്ലെങ്കിൽ തൈറോട്രോപ്പിൻ, തൈറോയിഡ് ഹോർമോണുകളിൽ കോമൺ ആയിട്ട് പറയുന്നു തൈറോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. അല്ലെങ്കിലോ തൈറോലിബറിൻ, എന്താ ലിബറിൻ ചേർത്ത് പറയാലോ, തൈറോലിബറിൻ, തൈറോക്രൈനിൻ, അങ്ങനെ പറയാറില്ല പൊതുവെ. ഇതാണ് ഇവിടെ വാക്ക് ഉപയോഗിക്കുക, പലയിടങ്ങളിലും പല രീതിയിലാണ് ഉപയോഗിക്കുക. അപ്പൊ തൈറോലിബറിൻ, ക്ലിയർ ആയല്ലോ? തൈറോലിബറിൻ, അതാണ് TRH എന്ന് കണ്ടാൽ. അപ്പൊ എന്തായിരിക്കും? CRH, ഇതാ കോർട്ടിക്കോലിബറിൻ, അഡ്രിനൽ കോർട്ടിക്കോ ട്രോഫിക് ഹോർമോൺ, ACTH ഇല്ലേ, അത്തരം ഹോർമോണുകളുടെ റിലീസിന് സഹായിക്കുന്ന കോർട്ടിക്കോലിബറിൻ, അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ റിലീസിന് സഹായിക്കുന്നു. അപ്പൊ കോർട്ടിക്കോലിബറിൻ അല്ലെങ്കിൽ കോർട്ടിക്കോക്രൈനിൻ പറയാലോ. യെസ്. അടുത്തയാൾ നോക്കിയേ, GRH, ഗൊണാഡോ
ലിബറിൻ, അതായത് ഗൊണാഡ്സ് ലൈംഗിക ഗ്രന്ഥികളാണ്. സെക്ഷൽ ഗ്ലാൻസ് എന്നറിയപ്പെടുന്നത് ഗൊണാഡ്സ് ആണ്. അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുണ്ട്, അവരുടെ ഉൽപാദനത്തിന് സഹായിക്കുന്നു. ഗൊണാഡോലിബറിൻ, ഗൊണാഡോലിബറിൻ, ഗൊണാഡോക്രൈനിൻ. പറഞ്ഞൂടെ? യെസ്. അടുത്ത് നോക്കിയേ, GHRH, ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോണിന്റെ റിലീസിങ് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ നമ്മൾ പറഞ്ഞു, പീയൂഷഗ്രന്ഥി അല്ലേ? യെസ്, അതിന്റെ റിലീസിങ് ഹോർമോൺ. അപ്പൊ ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ GHRH എന്ന് പറയും. അതിന്റെ പേരെന്താ? ഗ്രോത്ത് ഹോർമോണിന്റെ പേരെന്താ? സൊമാറ്റോട്രോപ്പിൻ അല്ലേ? അപ്പൊ അതിന്റെ ലിബറേഷന് സഹായിക്കുന്നു, സ്വതന്ത്രമാക്കാൻ സഹായിക്കുന്നു, റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് സൊമാറ്റോ ലിബറിൻ, സൊമാറ്റോ ക്രൈനിൻ, ഇതൊക്കെ സെയിം ആണ്. സൊമാറ്റോ ലിബറിനും സൊമാറ്റോ ക്രൈനും സെയിം ആണ്. സൊമാറ്റോട്രോഫിൻ എന്ന് പറഞ്ഞാൽ ട്രോഫിക് ഹോർമോൺ. ഓക്കെ, വളർച്ചയെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നു. ദെൻ ആ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനത്തിന് റിലീസിന് സഹായിക്കുന്ന ആളാണ് ആര്? സൊമാറ്റോ ലിബറിൻ അഥവാ സൊമാറ്റോ ക്രൈനിൻ. അപ്പൊ അത് നിർത്താൻ സഹായിക്കുന്ന ഇൻഹിബിറ്റിംഗ് ഹോർമോണിന്റെ പേരെന്തായിരിക്കും? സൊമാറ്റോ സ്റ്റാറ്റിൻ ആയിരിക്കും. അതേപോലെ ഓരോ സ്റ്റാറ്റിനുകളും ഇവിടെ വരും. നോക്കിയേ, ഇൻഹിബിറ്റിംഗ് ഹോർമോണുകൾ, ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളിൽ വരുന്നതാണ് ഒന്ന് ഡോപ്പമൈൻ അല്ലേ? ഡോപ്പമൈൻ ഒരു നാഡീയ പ്രേഷകമാണ്, ഹോർമോൺ എന്നതിലുപരി ഒരു നാഡീയ പ്രേഷകമാണ്. പ്രൊലാക്ടോസ്റ്റാറ്റിൻ എന്ന് വിളിക്കാം നമുക്കതിനെ. പ്രൊലാക്റ്റിൻ പാലുൽപാദനത്തിന് സഹായിക്കുന്നു. പ്രൊലാക്റ്റിൻ പാലുൽപാദനം, അതിനെ നിർത്തുന്നയാള് പ്രൊലാക്ടോസ്റ്റാറ്റിൻ. ദെൻ സൊമാറ്റോസ്റ്റാറ്റിൻ, സൊമാറ്റോട്രോഫിൻ ട്രോഫിക് ഹോർമോൺ, അതിന്റെ റിലീസിന് സഹായിക്കുന്ന സൊമാറ്റോ ലിബറിൻ അല്ലെങ്കിൽ സൊമാറ്റോ ക്രൈനിൻ, അതിനെ നിർത്താൻ സഹായിക്കുന്നത് സൊമാറ്റോ സ്റ്റാറ്റിൻ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ എളുപ്പമാണ്, അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആയിട്ട് മാറും. സൊമാറ്റോസ്റ്റാറ്റിൻ GHIH എന്ന് പറയും അല്ലേ? ഇവിടെ GHRH, ഇവിടെ GHIH, ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ദെൻ ഗൊണാഡോസ്റ്റാറ്റിൻ, ഗൊണാഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന സെക്ഷൽ ഹോർമോണുകൾ. ഗൊണാഡോ എന്ന് പറയുമ്പോൾ ട്രോഫിക് ഹോർമോണുകൾ ഗൊണാഡോട്രോഫിൻ, അതിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നത് ഗൊണാഡോ ലിബറിൻ അല്ലെങ്കിൽ ഗൊണാഡോ ക്രൈനിൻ. അത് നിർത്താൻ സഹായിക്കുന്നത്, അതിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഗൊണാഡോ സ്റ്റാറ്റിൻ. ക്ലിയർ ആയില്ലേ? അപ്പൊ ആ രീതിയിൽ ഇതാ ഫോളിസ്റ്റാറ്റിൻ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH എന്ന് പറഞ്ഞു, അതിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന FRH, ഫോളിക്കിൾ റിലീസിങ് ഹോർമോൺ. ദെൻ അതിനെ നിർത്താൻ സഹായിക്കുന്നത് ഫോളിസ്റ്റാറ്റിൻ. അപ്പൊ ആ രീതിയിൽ പേര് പറയണം. ട്രോഫിക ഹോർമോണുകൾ പീയൂഷഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. ട്രോഫിൻ അല്ലെങ്കിൽ ട്രോപ്പിൻ ചേർത്ത് പറയും. ദെൻ റിലീസിങ് ഹോർമോണുകളും ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളും ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ പേര് പറയുമ്പോൾ റിലീസിങ് ഹോർമോൺ ആണെങ്കിൽ ലിബറിനോ ക്രൈനിനോ ചേർത്ത് പറയും. ദെൻ ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളാണെങ്കിൽ എന്ത് ചേർത്ത് പറയും? സ്റ്റാറ്റിൻ എന്ന് ചേർത്തിട്ട് പറയും. അതൊക്കെയാണല്ലോ. ഇനി ഈ പറഞ്ഞ ഹോർമോണുകളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹൈപ്പോതലാമസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ഓക്സിറ്റോസിൻ അല്ലെ, വാസോപ്രസിൻ ഒക്കെ പറഞ്ഞു. വാസോപ്രസിന്റെ വെളിപ്പേരുകൾ നമ്മൾ പറഞ്ഞു. ADH എന്ന് വിളിക്കും, അർജിനിൻ വാസോപ്രസിൻ എന്ന് വിളിക്കും, അർജിപ്രസിൻ എന്ന് വിളിക്കും അല്ലെ, അർജിനിൻ വാസോപ്രസിൻ AVP എന്ന് പറയും. അതുകൊണ്ടുണ്ടാകുന്ന രോഗത്തെ AVPD എന്നും AVPR എന്നും വിളിച്ചു. അപ്പൊ അതൊക്കെ മാറിപ്പോവാതെ ഓർമ്മിക്കുക. ദെൻ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ കഴിഞ്ഞാൽ പിന്നെയുള്ള ആളാണ് ആര്? ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിനൊക്കെ നല്ല പരിചയമുള്ള ആളായിരിക്കും അല്ലെ? നമുക്കൊരു ഹാപ്പിനെസ് മൂഡ് തരുന്ന ആളാണ് ഓക്സിറ്റോസിൻ. ഹാപ്പിനെസ് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നു, ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഹാപ്പിനെസ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ വേറെയുണ്ട്, എന്നാലും ഹാപ്പിനെസ് ഹോർമോണുകളിൽ പ്രധാനിയാണ് ഏത്? ഓക്സിറ്റോസിനും ഡോപ്പമൈനും ഒക്കെ. നമുക്കൊരു പ്ലസന്റ് ഫീലിംഗ് കിട്ടുന്ന സാധനമാണ്. നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പണ്ട് നമ്മളെ ഒന്ന് തൊട്ട് തലോടിയ തലയുടെ പിറകു വശത്ത് അല്ലെ, നമ്മുടെ ഹൈപ്പോതലാമസ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് തൊട്ട് തലോടിയ ടീച്ചറൊക്കെ നമുക്ക് നല്ല ഓർമ്മയാണ്. കാരണം എന്താ? ഒരു ഇമോഷണൽ ബോണ്ടിങ് അവിടെ ഉണ്ടാവും. ആ ഇമോഷണൽ ബോണ്ടിങ്ങിനൊക്കെ സഹായിക്കുന്ന ആളാണ് ഓക്സിറ്റോസിൻ. ബോണ്ടിങ് ഹോർമോൺ എന്ന് പറയും അല്ലേ? നമ്മൾ തമ്മിൽ ബോണ്ട് ചെയ്യാൻ, ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ ആര് സഹായിക്കും? ഓക്സിറ്റോസിൻ സഹായിക്കും. ലവ് ഹോർമോൺ എന്നറിയപ്പെടും. നമ്മൾ കണ്ണിൽ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി നമുക്ക് കിട്ടാറില്ലേ അല്ലെ? ഒരു പ്രണയമൊക്കെ വിരിഞ്ഞ പോലെ തോന്നാറില്ലേ? അത് ഈ പ്ലസന്റ് ഹോർമോൺ വരുന്നത് കൊണ്ടാണ്. ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. അപ്പൊ ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്നു. എന്താണ്? ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്നു. ദെൻ ബർത്ത് ഹോർമോൺ. എന്താ? ലവ് ഉണ്ടായി ബർത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ബർത്ത് ഹോർമോൺ എന്ന് പറയുന്നത് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്ന കൊണ്ടാണ്. പ്രസവ സമയത്തുള്ള വേദന ഇത്തിരിയെങ്കിലും അത് കുറഞ്ഞു കിട്ടാൻ കാരണം ഒന്ന് ഏറ്റവും പ്രധാനം ആരാണ്? ഓക്സിറ്റോസിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നല്ല വേദന, ഇതിലും വലിയ വേദനയായിരിക്കും. ഓക്കെ, അപ്പം ബർത്ത് ഹോർമോൺ. പിന്നെയോ ലവ് ഹോർമോൺ, കഡിൽ ഹോർമോൺ. കഡിലിംഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, ആലിംഗനം ചെയ്യുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ട് കഡിൽ ഹോർമോൺ, ബോണ്ടിങ് ഹോർമോൺ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആളാണ് ആര്? ഓക്സിറ്റോസിൻ. നേരത്തെ നമ്മൾ പറഞ്ഞു മുലപ്പാൽ ഉൽപാദനം, ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോലാക്റ്റിൻ ആണെങ്കിൽ മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നത്, ചോദ്യം വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാം, ഇജക്ഷൻ
അല്ലേ? ബ്രസ്റ്റ് മിൽക്ക് ഇജക്ഷന് സഹായിക്കുന്ന ആരാണ്? ഓക്സിറ്റോസിൻ ആണ്. ദെൻ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ, അതാരാണ്? പ്രൊലാക്റ്റിൻ ആണ്. അതേപോലെ ബ്രസ്റ്റ് മിൽക്കിന്റെ ഉൽപ്പാദനം നിർത്താൻ സഹായിക്കുന്ന ആളാണ് ഡോപ്പമൈൻ. ഡോപ്പമൈൻ അതിന്റെ ഉൽപ്പാദനം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരാളാണ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നമ്മൾ ഡയബറ്റീസ് മെലിറ്റസ്, ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോയത്. അപ്പം ഇൻസുലിൻ പറഞ്ഞിട്ടുണ്ട്. ആന്റി ഇൻസുലിൻ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗ്ലൂക്കഗോൺ ആണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണല്ലോ അല്ലെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാന ഹോർമോണുകൾ. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, പാൻക്രിയാസ് മലയാളത്തില് ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയും. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. പാൻക്രിയാസിലെ കോശ സമൂഹമാണ്, സെൽ ക്ലസ്റ്റർ ആണ് എന്ത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ആൽഫ സെൽസ് ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. അതിൽ ആൽഫ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ, ബീറ്റ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അപ്പം ആന്റി ഇൻസുലിൻ ഹോർമോൺ എന്നറിയപ്പെടുന്ന നേരെ വിപരീത പ്രവൃത്തി ചെയ്യുന്ന ആളായതുകൊണ്ട് ഗ്ലൂക്കഗോൺ ആണ്. പക്ഷെ പലരും തെറ്റിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആന്റി ഡയബറ്റിക് ഹോർമോൺ എന്ന് ചോദിക്കുമ്പോൾ ഡയബറ്റീസിന് കാരണം ഇൻസുലിൻ, അപ്പൊ ആന്റി ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അതിനെതിരെ ഗ്ലൂക്കഗോൺ ആയിരിക്കും എന്നാണ് വിചാരിക്കുക. പക്ഷെ ആ കാര്യമാണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നെങ്കിൽ പോലും അത് അങ്ങനെ അറിയപ്പെടുന്ന ആന്റി ഡയബറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ്, ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ് 1 GLP-1 എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണഗതി നമ്മൾ എന്താ ചിന്തിക്കുക? ഇൻസുലിന്റെ കുറവുകൊണ്ടല്ലേ അല്ലേ പ്രമേഹം ഉണ്ടാവുന്നത്? യെസ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേക്കരുത്. എന്താണ് ഓർമ്മിക്കേണ്ടത്? ആന്റി ഡയബറ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡുകൾ ആണ്. GLP-1 എന്നറിയപ്പെടുന്ന സബ്സ്റ്റൻസ് ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. GLP-1 അല്ലാതെ ആന്റി ഡയബറ്റിക് ഹോർമോൺ. ഡയബറ്റീസിന് കാരണം ഇൻസുലിൻ, അപ്പോൾ ആന്റി ഡയബറ്റീസ് ഇൻസുലിൻ അല്ലേ, അങ്ങനെ വിചാരിച്ചേക്കരുത്. യെസ്, അപ്പം അത് ഓർമ്മിച്ച് വെക്കുക. ദെൻ അടുത്ത എൻഡോക്രൈൻ ഗ്ലാൻഡ് അഥവാ അന്തസ്രാവി ഗ്രന്ഥികളിൽ മറ്റൊരു പ്രധാനിയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ്. ഞാനിത് ഡീറ്റെയിൽ ടോപ്പിക്കായിട്ടല്ല പോകുന്നത്. അതിലൊക്കെയുള്ള ഏറ്റവും പ്രധാന PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഡിഗ്രി ലെവൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏരിയ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അല്ലാതെ ഓരോ ഗ്രന്ഥികൾ എടുത്ത് പഠിക്കുമ്പോൾ മണിക്കൂറുകൾ നീണ്ട ക്ലാസ്സുകളായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകൾ അല്ലേ, തൈറോക്സിൻ T4 ആണ്, ട്രൈ അയഡോ തൈറോനിൻ T3 ആണ്. പിന്നെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഹോർമോണാണ് കാൽസിട്ടോണിൻ. ഓക്കെ, തൈറോക്സിൻ ആണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയുന്നത്. T4 ആണ്, അതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. തൈറോക്സിൻ T4. ട്രൈ അയഡോ തൈറോനിൻ, ട്രൈ അയഡോ തൈറോനിൻ T3 ആണ്. ദെൻ കാൽസിട്ടോണിൻ, ഇതൊക്കെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകളാണ്. ഓക്കെ, ദെൻ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും. എപ്പോഴും നമ്മൾ ഹൈപ്പോ എന്ന് കേൾക്കുമ്പോൾ കുറവ് എന്നും ഹൈപ്പർ എന്ന് കേൾക്കുമ്പോൾ കൂടുതൽ എന്നും ചിന്തിക്കുക. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ എന്നുള്ള അർത്ഥമാണ്. ഹൈപ്പോ കുറവ്, ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും, ഹൈ BP ഹൈപ്പർ ടെൻഷൻ, ലോ BP ഹൈപ്പോ ടെൻഷൻ പറയാറില്ലേ? അപ്പം ഹൈപ്പർ ഹൈപ്പോ. ഇവിടെ ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപാദന കുറവ് സംഭവിക്കുന്നതാണ്. അപ്പോൾ തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപാദന കുറവ്, ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുക. ദെൻ തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപാദനം കൂടുതൽ കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം. ആ കാറ്റഗറിയിൽ വരുന്ന രോഗങ്ങളാണ് ഇതൊക്കെയും. ഹാഷിമോട്ടോ ഡിസീസ്, ഹാഷിമോട്ടോ ഡിസീസ് എന്തിന് ഉദാഹരണമാണ്? ഹൈപ്പോ തൈറോയിഡിസത്തിൽ വരുന്നതാണ്. ഹാഷിമോട്ടോ ഡിസീസ് ഉണ്ടാകുമ്പോൾ തൈറോയിഡിന്റെ കുറവാണ് ഉണ്ടാവുക, തൈറോയിഡ് ഹോർമോണുകളുടെ കുറവാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഹാഷിമോട്ടോ ഡിസീസ് എന്തിലേക്ക് നയിക്കും? ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് നയിക്കും. ദെൻ സിമ്പിൾ ഗോയിറ്റർ, നമ്മുടെ സാധാരണ പറയുന്ന അയഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഗോയിറ്റർ ഉണ്ടല്ലോ, സാധാരണ സിമ്പിൾ ഗോയിറ്റർ, അതും പൊതുവെ എന്താണ്? ഹൈപ്പോ തൈറോയിഡിസത്തിലേക്കാണ് നയിക്കുക. ദെൻ കോൺജനിറ്റാൽ ഹൈപ്പോ തൈറോയിഡിസം, കുട്ടികൾക്ക് ജനിച്ച മുതലേ ഉണ്ടാവുന്ന കോൺജനിറ്റാൽ ഹൈപ്പോ തൈറോയിഡിസം, ഇതൊക്കെ എന്താണ്? ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡ് ഹോർമോണിന്റെ കുറവ് കാറ്റഗറിയിൽ വരുന്ന രോഗങ്ങളാണ്. ഓക്കെ, ഹാഷിമോട്ടോ ഡിസീസിന് കാരണം എന്താ? തൈറോയിഡ് ഹോർമോൺ. അതിൽ തന്നെ ഏത് കാറ്റഗറിയിൽ വരും? ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡ് ഹോർമോണിന്റെ കുറവാണെന്ന് ഓർത്ത് വെക്കുക. ദെൻ ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടുതൽ ഉണ്ടാവുന്ന രോഗങ്ങൾ വരുന്നതാണ് ഗ്രേവ്സ് രോഗം, ഗ്രേവ്സ് ഡിസീസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയും. എക്സോഫ്താൽമിക്, ഒഫ്താൽമോളജി കണ്ണ്, EXO പുറത്തേക്ക് പറഞ്ഞില്ലേ, അപ്പൊ കണ്ണ് പുറത്തേക്ക് തള്ളിക്കിടക്കും ഇങ്ങനെയുള്ള രോഗങ്ങളുള്ള അതാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. ഗ്രേവ്സ്, റോബർട്ട് ഗ്രേവ് കണ്ടുപിടിച്ചുകൊണ്ട് ഗ്രേവ്സ് രോഗം എന്നും അറിയപ്പെടും. ഗ്രേവ്സ് ഡിസീസ് അഥവാ എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറയും. ദെൻ തൈറോയിഡ് നൊഡ്യൂൾസ്, ഓക്കെ, തൈറോയിഡിൽ ഉണ്ടാവുന്ന ലംസ്, തടിപ്പുകൾ, തൈറോയിഡ് നൊഡ്യൂൾസ്, ഇതൊക്കെ എന്താണ്? ഹൈപ്പർ തൈറോയിഡിസത്തിലേക്കാണ് നയിക്കുക. അതേപോലെ തന്നെ ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസവും ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസവും കൂടുതലോ കുറവോ ആകാം. അങ്ങനെ ഉണ്ടാക്കുന്ന രോഗങ്ങൾ വരുന്നതാണ് തൈറോയിഡൈറ്റിസ്.
ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ, തൈറോയ്ഡ് ഉണ്ടാകുന്ന അണുബാധ, ഒന്നുകിൽ ഹൈപ്പോ തൈറോയിഡിസിലേക്ക് നയിക്കാം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് നയിക്കാം. ദെൻ പോസ്റ്റ്പാർട്ടം തൈറോയിഡൈറ്റിസ്, പോസ്റ്റ്പാർട്ടം ഓക്കെ, പോസ്റ്റ്പാർട്ടം തൈറോയിഡൈറ്റിസ്, ഗർഭകാലത്തിന് ശേഷം ഉണ്ടാകുന്ന പോസ്റ്റ്പാർട്ടം തൈറോയിഡൈറ്റിസ് ഓക്കെ. ഇതൊക്കെ എന്താണ്? ഒന്നുകിൽ ഹൈപ്പോ തൈറോയിഡിസത്തിലേക്ക് നയിച്ചേക്കാം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ ആദ്യത്തത് ഹൈപ്പോ, ഇത് ഹൈപ്പർ, ഹാഷിമോട്ടോ ഹൈപ്പോ ആണ്. ദെൻ ഗ്രേവ്സ് ഡിസീസ് ഹൈപ്പർ തൈറോയിഡിസിന്റെ ഉദാഹരണമായിട്ട് വരുന്നതാണ്, അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ദെൻ ഇത് പലരും തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഹോർമോണായിട്ട് ബന്ധപ്പെട്ട്, സിമ്പിൾ ആണ് പക്ഷെ പലരും തെറ്റിക്കാറുണ്ട്. ക്രെട്ടിനിസം, മിക്സഡിമ അല്ലേ, പിന്നെ എന്താണ് ജൈജാൻറ്റിസം, ഡ്വാർഫിസം, അക്രോമെഗലി. തൈറോയിഡ് ഹോർമോണുകൾ പ്രത്യേകിച്ചും തൈറോക്സിനൊക്കെ വളർച്ചാ ഹോർമോണുകളിൽ പ്രധാനികളിലാണ്. ഏറ്റവും പ്രധാന വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിൻ ആണ്, നമുക്കറിയാം. അതേപോലെ തന്നെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആളാണ് തൈറോക്സിൻ, വളർച്ചയ്ക്ക് ആവശ്യമാണ്. മെറ്റബോളിസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഹോർമോണുകളിൽ ഒന്നാണ് തൈറോക്സിൻ. അപ്പം ഈ തൈറോക്സിന്റെ കുറവ് കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെട്ടിനിസം. തൈറോക്സിന്റെ കുറവ് കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന വളർച്ചക്കുറവാണ് ക്രെട്ടിനിസം. കുട്ടികളിൽ ക്രെട്ടിനിസം, കുട്ടികളിൽ. ദെൻ മുതിർന്നവരിൽ മിക്സഡിമ, മുതിർന്നവർ ഓക്കെ, മിക്സഡിമ. തൈറോയിഡ് ഹോർമോണിന്റെ കുറവ് കുട്ടികളിലാണെങ്കിൽ ക്രെട്ടിനിസത്തിലേക്കും മുതിർന്നവരിൽ മിക്സഡിമയിലേക്കും നയിക്കും. അപ്പൊ അത് രണ്ടും തൈറോയിഡിന്റെ കുറവാണ്, എന്താണ് കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് കുട്ടികളിലും മുതിർന്നവരിലും. ഇനി ഡ്വാർഫിസം, ജൈജാൻറ്റിസം, അക്രോമെഗലി, ഇത് എന്തുമായി ബന്ധപ്പെട്ടതാ? സൊമാറ്റോട്രോപ്പിനുമായിട്ട് ബന്ധപ്പെട്ട വളർച്ചാ ഹോർമോണുകൾ എന്നറിയപ്പെടുന്ന സൊമാറ്റോട്രോപ്പിനുകൾ, അതിൽ പ്രധാനിയാണ് സൊമാറ്റോട്രോഫിനുകളിൽ പ്രധാനിയാണ് സൊമാറ്റോട്രോപ്പിൻ ഓക്കെ. ഈ വളർച്ചാ ഹോർമോണിന്റെ കുറവ് കൊണ്ട് വളർച്ചക്കുറവുണ്ടാവുക അല്ലെ, സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കുറവാണെങ്കിൽ എന്തുണ്ടാവും? വളർച്ചക്കുറവുണ്ടാവും. അതാണ് ഡ്വാർഫിസം എന്ന് പറയുന്നത്. സാധാരണ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കുറവായതുകൊണ്ട് ഡ്വാർഫിസത്തിലേക്ക് നയിച്ചേക്കാം. ഇനി ജൈജാൻറ്റിസം എന്താ? ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ കുള്ളൻ, ജൈജാൻറ്റിക് എന്ന് പറയുമ്പോൾ അല്ലെ ഭീമാകാരത്വം എന്നാണ് പറയുക അല്ലെ, വാമനത്വം, ഭീമാകാരത്വം. ജൈജാൻറ്റിസം, ജൈജാൻറ്റ് ആയിട്ട് മാറുക അല്ലെ, നല്ല ഉയരവും വണ്ണവും ഒക്കെ ഉണ്ടാവും, അതാണ് ജൈജാൻറ്റിസം എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? അപ്പോൾ വളർച്ചാ ഹോർമോണിന്റെ ഉൽപ്പാദനം കൂടുതലാണ്. വളർച്ചാ കാലഘട്ടത്തിൽ വളർച്ചാ ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ജൈജാൻറ്റിസത്തിലേക്ക് നയിക്കുന്നത്. ഇനി അപ്പൊ അക്രോമെഗലി എന്തായിരിക്കും? ഇതും എന്താണ്? അമിതമായിട്ടുള്ള വലിപ്പം ഉണ്ടാകുന്നതാണ്. പക്ഷെ അത് എപ്പാണ്? സാധാരണ വളർച്ചാ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷവും ഈ സൊമാറ്റോട്രോപ്പിന്റെ, ഗ്രോത്ത് ഹോർമോണിന്റെ, GHന്റെ അല്ലെ ഉൽപാദനം കൂടുതലാണെങ്കിൽ അത് അക്രോമെഗലിയിലേക്ക് നയിക്കും. അക്രോമെഗലിയും ഭീമാകാരമായിട്ട് അവസ്ഥ തന്നെയാണ്, പക്ഷെ അത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. കൈക്കും കാലിനൊക്കെയാണ് വണ്ണം കൂടുതലൊക്കെ ഉണ്ടാവുക. ഈ കൈയിൻ്റെ എല്ലൊക്കെ അല്ലെ മുഴച്ച് കിടക്കുന്ന രീതിയിൽ, കാലിൻ്റെയും കൈയിൻ്റെ ഒക്കെ എല്ലൊക്കെ മുഴച്ച് കിടക്കുന്ന രീതിയിലുള്ള കുറച്ചുകൂടെ മറ്റതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വികൃതമായിട്ടുള്ള ഒരു വലുപ്പമായിട്ട് അത് മാറും. മറ്റതെന്താണ്? ഭീമാകാരത്വം എന്ന് പറയുന്നത് അസാമാന്യമായിട്ടുള്ള ഉയരവും വണ്ണവും ഒക്കെ ഉണ്ടാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയൊരു വൈകല്യം പോലെ ആയിട്ടുള്ള ഒരു തോന്നൽ എന്തിലുണ്ടാവും? അക്രോമെഗലിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കുക. ഡ്വാർഫിസം, ജൈജാൻറ്റിസം, ദെൻ അക്രോമെഗലി, ഇത് മൂന്നും സൊമാറ്റോട്രോപ്പിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ മറ്റത് തൈറോക്സിന്റെ കുറവാണ്, കുട്ടികളിൽ ക്രെട്ടിനിസം, മുതിർന്നവരിൽ മിക്സഡിമ. ഓക്കെ അല്ലേ? ദെൻ തൈറോയിഡ് ഹോർമോൺ കാൽസിട്ടോണിൻ ഉണ്ട്. അത് ഞാൻ പാരാതൈറോയിഡ് പറയുമ്പോൾ പറയാം, രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. കാരണം പാരാതൈറോയിഡ് ഗ്രന്ഥി ഒരു പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ കാൽസിട്ടോണിനും പാരാതെർമോണും നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അത് രണ്ടും കൂടെ ആ കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ക്രമമായിട്ട് കാൽസ്യം അല്ലേ തോത്, നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ തോത് ക്രമമായി നിലനിർത്തി പോകുന്നത് ഇവർ രണ്ടുപേരും കൂടെ യോജിച്ച് പ്രവർത്തിക്കുന്ന കൊണ്ടാണ്. അപ്പം അത് ആ സമയത്ത് പറയാം. ഇപ്പോൾ തൈമസ് ഗ്രന്ഥി, യൂത്ത് ഗ്ലാൻഡ്, യുവത്വ ഗ്രന്ഥി, ജുവനൈൽ ഗ്ലാൻഡ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് ഏത്? തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരെന്താ? തൈമോസൈൻ. എല്ലാവർക്കും പരിചയമുള്ള പേരല്ലേ? പക്ഷെ ഈ പേര് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, അപ്പം തെറ്റിപ്പോറുന്നത്. നിയോടെനിൻ എന്ന് പറയും. തൈമോസിന്റെ മറ്റൊരു പേരാണ് നിയോടെനിൻ. യുവത്വ ഹോർമോൺ എന്താണ്? തൈമോസിൻ. ദെൻ നിയോടെനിൻ. നിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിയോ, പുതിയ, നയ എന്നുള്ള അർത്ഥം കിട്ടുമല്ലോ. നിയോടെനിൻ. ഓക്കെ, ഓൾസോ നോൺ ആസ് യൂത്ത് ഹോർമോൺ, യുവത്വ ഹോർമോൺ, ജുവനൈൽ ഹോർമോൺ. യുവത്വ ഗ്രന്ഥി, ജുവനൈൽ ഗ്രന്ഥി, അതുകൊണ്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിനെ യുവത്വ ഹോർമോൺ, ജുവനൈൽ ഹോർമോൺ എന്നൊക്കെ വിളിക്കും. ദെൻ തൈമോസിൻ എന്ന് സിമ്പിളായിട്ട് പഠിച്ചാൽ പോരാ. നിങ്ങൾ 10th ലെവൽ, +2 ലെവൽ അത് മതി. +2 ലെവലിലും ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. തൈമോസിൻ ആൽഫ 1, തൈമോസിൻ ആൽഫ 1ഉം ബീറ്റ 4ഉമാണ് പ്രധാനപ്പെട്ട തൈമോസിനുകൾ. തൈമോസിൻ ആൽഫ 1ന്റെ മറ്റൊരു പേരാണ് തൈമാൽഫാസിൻ. തൈമോസിൻ, തൈമ, ആൽഫ, ആൽഫ 1,
ആൽഫാസിൻ. അപ്പം തൈമാൽഫാസിൻ. ഓക്കെ, തൈമാൽഫാസിൻ അല്ലെങ്കിൽ പ്രോ തൈമോസിൻ എന്നൊക്കെ വിളിക്കും അതിനെ. പ്രോ തൈമോസിൻ ഇങ്ങനെയൊക്കെ കണ്ടാൽ വേറെ എന്തോന്ന് വിചാരിച്ചേക്കരുത്. അതെന്താണ്? തൈമോസിൻ ആൽഫ 1 ആണ്, തൈമോസിൻ തന്നെയാണ് എന്നോർത്ത് വെക്കുക. ദെൻ തൈമോസിൻ ബീറ്റ 4 ആണ്, പക്ഷെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് മോസ്റ്റ് അബണ്ടന്റ് തൈമോസിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തൈമോസിൻ ബീറ്റ 4 ആണെന്ന് ഓർമ്മിച്ച് വെക്കുക. ആൽഫ 1ഉം ബീറ്റ 4ഉമാണ് പ്രധാനപ്പെട്ടത്. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? തൈമോസിൻ ബീറ്റ 4 ആണെന്ന് ഓർത്ത് വെച്ച് വെക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ലൈംഗിക ഗ്രന്ഥികളാണ്. ഗൊണാഡ്സ് ആണ്. പുരുഷന്മാരിൽ ടെസ്റ്റിസ്, സ്ത്രീകളിൽ ഓവറി എന്ന് പറയും അല്ലെ. പുരുഷന്മാരിൽ ടെക്സ്റ്റിസും ദെൻ സ്ത്രീകളിൽ ഓവറിയുമാണ് ഗൊണാഡുകൾ എന്ന് പറയുന്നത്. ലൈംഗിക അവയവങ്ങളായിട്ട് കണക്കാക്കാം, ലൈംഗിക ഗ്രന്ഥികളായിട്ട് കണക്കാക്കാം. സെക്ഷൽ ഗ്ലാൻഡ് ആണ്. ദെൻ റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടും. പ്രത്യുൽപാദന ഗ്രന്ഥികൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഗൊണാഡ്സുകളാണ്. അതായത് ഫീമെയിൽസിൽ എന്താണ്? ഓവറീസ് ആണ്. ദെൻ പുരുഷന്മാരിൽ മെയിൽസിൽ എന്താണ്? ടെസ്റ്റിസ് എന്നാണ് പറയുക. അപ്പം സ്ത്രീകളിൽ എന്താണ്? ഓവറി അല്ലെ. ഈ ഓവറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, സ്ത്രീകളിലെ ഓവറി അഥവാ അണ്ടാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എന്തൊക്കെയാണ്? ഈസ്ട്രോജനുകളും പ്രൊജസ്റ്റോജനുകളും. പ്രൊജസ്റ്ററോൺ എന്നല്ല പറയുക, പ്രൊജസ്റ്റോജൻസ് എന്നാണ് കേട്ടോ. അതിൽ പ്രധാനിയാണ് പ്രൊജസ്ട്രോൺ. ഈസ്ട്രോജനുകളും പ്രൊജസ്റ്റോജനുകളും. ഈസ്ട്രോജനുകളും പ്രൊജസ്റ്റോജനുകളും ഒരു കാറ്റഗറി ഓഫ് ഹോർമോൺസ് ആണ് ഇതൊക്കെയും. അതിൽ വേറെയും പല ആളുകളുണ്ടാവും. അതിൽ പ്രധാനിയുടെ പേരാണ് അല്ലേ ഈസ്ട്രോജൻ. അതേപോലെ തന്നെ പ്രധാനിയാണ് പ്രൊജസ്റ്ററോൺ. ആ രീതിയിൽ നമ്മൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഈസ്ട്രോജനുകൾ, പ്രൊജസ്റ്ററോണുകൾ. ഓക്കെ, പ്രൊജസ്ട്രോജനുകൾ, പ്രൊജസ്റ്റോജൻസ് എന്നാണ് പറയാം. പ്രൊജസ്റ്റോജൻസ്. ഓക്കെ, അപ്പം ഈസ്ട്രോജനുകളും പ്രൊജസ്റ്റോജനുകളും. ഈസ്ട്രോജനുകൾ എന്ന് പറയുമ്പോൾ പ്രധാനികൾ ഈസ്ട്രോൺ ഉണ്ട്, E1, ഈസ്ട്രാഡിയോൾ E2, എസ്ട്രിയോൾ ഏതാണ്? E3. ഈ 3 പേരും ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്നുമില്ല, നിങ്ങളോട് ചോദിക്കുക എന്താണ്? സ്ത്രീ ലൈംഗിക ഹോർമോൺ അല്ലേ, സെക്ഷൽ ഹോർമോൺസ് ഇൻ ഫീമെയിൽസ്. ബ്രാക്കറ്റിൽ ഈസ്ട്രോജൻ ഉണ്ടെങ്കിൽ കണ്ണടച്ച് നിങ്ങൾ ഉത്തരം എഴുതും. പക്ഷേ ചിലപ്പോൾ ഈസ്ട്രോണെന്നോ ഈസ്ട്രാഡിയോൾന്നോ എസ്ട്രിയോൾന്നോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ പേരുകളൊക്കെ ഈസ്ട്രോജനായിട്ട് റിലേറ്റഡ് ആണെന്നുള്ള അറിഞ്ഞിരിക്കുക. അതിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈസ്ട്രോൺ E1, ഈസ്ട്രാഡിയോൾ E2, ഈസ്ട്രിയോൾ ഏതാണ്? E3. ഇതെല്ലാം ഈസ്ട്രോജനുകൾ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ സ്ത്രീകളിലെ പ്രധാന ലൈംഗിക ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്ഷൽ ഹോർമോൺസ് ഇൻ ഫീമെയിൽസ് പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈസ്ട്രോജൻ ആണ്. മറ്റൊന്നാണ് പ്രൊജസ്റ്റോജനുകൾ അല്ലേ. പ്രൊജസ്റ്റോജൻ അതിൽ പ്രത്യേകിച്ചും പ്രസവ കാലഘട്ടം പ്രഗ്നൻസി ഹോർമോൺ എന്നറിയപ്പെടും. അതായത് ഗർഭം ആയിക്കഴിഞ്ഞാൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്ന പ്രധാനി ആരാണ്? പ്രൊജസ്ട്രോജനുകളാണ്. അതായത് പ്രൊജസ്ട്രോൺ ആണ് അതിൽ. ദെൻ അതുകൊണ്ട് തന്നെ മദർ ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടും. പ്രഗ്നൻസി ഹോർമോൺ, മദർ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? യെസ്, പ്രൊജസ്റ്ററോൺ ആണ്. പ്രൊജസ്ട്രോജനുകളിലെ പ്രൊജസ്റ്ററോൺ ആണ്. ഇവിടെ പ്രഗ്നൻസി ഹോർമോൺ കേട്ടില്ലേ? അതിന് മുമ്പ് നമ്മളൊന്ന് പഠിച്ചില്ലേ ബർത്ത് ഹോർമോൺ? അതേതായിരുന്നു? ഓക്സിറ്റോസിന. അത് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്നതുകൊണ്ടാണ്, വേദനത്തിൽ കുറയ്ക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, പ്രഗ്നൻസി ഹോർമോൺ ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞാൽ P4 ആണ്. പ്രൊജസ്ട്രോജനുകളിലെ പ്രധാനിയാണ് P4 അഥവാ പ്രൊജസ്റ്ററോൺ എന്നറിയപ്പെടുന്നത്. ദെൻ ഗൊണാഡ്സ് ഇൻ മെയിൽസിൽ എന്താണ്? ടെസ്റ്റിസ് ആണ് അതിലെ. ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ പേരാണ് ആൻഡ്രോജനുകൾ. പുരുഷ ലൈംഗിക ഹോർമോണുകളുടെ പേരെന്താ? ആൻഡ്രോജനുകൾ. ആൻഡ്രോ മീൻസ് പുരുഷൻ എന്നുള്ള ഒരു അർത്ഥമാണ് എപ്പോഴും കിട്ടേണ്ടത്. ആൻഡ്രീഷ്യം, ഗൈനീഷ്യം കേട്ടിട്ടില്ലേ? പൂക്കളിലെ പുരുഷ ലൈംഗിക അവയവം ആൻഡ്രീഷ്യം അല്ലെ, സ്ത്രീ ഗൈനീഷ്യം. അപ്പോൾ ആൻഡ്രോ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും പുരുഷൻ എന്നുള്ള ഒരു മീനിങ് കിട്ടണം, ആണത്വം എന്നുള്ള ഒരു ചിന്ത വരിക. ആൻഡ്രോജനുകൾ. അപ്പം ആൻഡ്രോജൻ പുരുഷത്വം ഉണ്ടാക്കുന്ന ഹോർമോണുകൾ കോമൺ ആയിട്ട് ആൻഡ്രോജനുകൾ എന്ന് പറയും. അതിൽ പ്രധാനിയാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഏതാണ്? ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ്രോജൻ എന്നുണ്ടാവും അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്നുണ്ടാവും, പുരുഷ ലൈംഗിക ഹോർമോൺ. ദെൻ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ. DHT എന്നൊക്കെ കണ്ടിട്ട് എന്താണെന്നറിയാണ്ടായി പോകണ്ട. പുരുഷ ലൈംഗിക ഹോർമോണാണ് ഡാഷ് ബ്രാക്കറ്റിൽ DHT എന്ന് കൊടുത്താൽ എഴുതൂല. ഞാൻ പഠിച്ചെന്താ? ടെസ്റ്റോസ്റ്റിറോൺ അല്ലേ. ടെസ്റ്റോസ്റ്റിറോൺ ഓപ്ഷനിൽ ചിലപ്പോൾ കാണുകയില്ല. ഓക്കെ, അപ്പോൾ DHT എന്ന് ഓർമ്മിക്കുക. എന്താണ്? ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ. മറ്റൊരു ആൻഡ്രോജനാണ് ആൻഡ്രോസ്റ്റെനഡിയോൺ. ഇതിൽ ആൻഡ്രോ ഉള്ളതുകൊണ്ട് കിട്ടും, ഇതിൽ ടെസ്റ്റോ ഉള്ളത് കൊണ്ട് കിട്ടും ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ അങ്ങനെ ഓർമ്മിക്കുക. അല്ലെങ്കിൽ ആൻഡ്രോ പുരുഷത്വം, അപ്പോൾ ആൻഡ്രോജനുകൾ. അതിൽ ആൻഡ്രോസ്റ്റെനഡിയോൺ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പുരുഷ ലൈംഗിക ഹോർമോണുകൾ ആണെന്ന് ഓർമ്മിച്ചു വെക്കുക. ദെൻ ആൻഡ്രോജൻ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ചോദിച്ചാൽ, പുരുഷ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും എവിടെന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ പറയും ടെസ്റ്റിസ്. ഫസ്റ്റ് ഓപ്ഷൻ A ഉണ്ടാവുക, ടെസ്റ്റിസ് അല്ലേ. എല്ലാവരും ഉത്തരം A കറപ്പിക്കും. രണ്ടാമത് താഴെ കൊടുത്തിട്ടുണ്ടാവും B, ഓവറി.
മൂന്നാമത് കൊടുത്തിട്ടുണ്ടാവും അഡ്രിനൽ കോർട്ടെക്സ്, നാലാമത് കൊടുത്തിട്ടുണ്ടാവും ഇവയെല്ലാമാണ് ശരി. അതായത് പ്രധാനമായിട്ടും ആൻഡ്രോജനുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പുരുഷ ലൈംഗിക ഗ്രന്ഥിയായിട്ടുള്ള ടെസ്റ്റിസിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ അല്ലേ ചെറിയ അളവിൽ ആരുൽപ്പാദിപ്പിക്കുന്നുണ്ട്? അഡ്രിനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിവൃക്കാഗ്രന്ഥിയും ചെറിയ അളവിൽ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ദെൻ സ്ത്രീകളിലെ പ്രത്യുൽപാദന ഗ്രന്ഥിയായിട്ടുള്ള സെക്ഷൽ ഗ്ലാൻഡ് ആയിട്ടുള്ള ഓവറിയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ആൻഡ്രോജനുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അളവ് കുറവാണ്. അതായത് പുരുഷ ലൈംഗിക ഹോർമോൺ സ്ത്രീകളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, സ്ത്രീ ലൈംഗിക ഹോർമോൺ പുരുഷനിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, നേരിയ അളവിലാണെന്നേയുള്ളൂ. അപ്പൊ ഓർമ്മിച്ച് വെക്കുക, ആൻഡ്രോജനുകൾ എവിടെയൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ചോദിച്ചാൽ ടെസ്റ്റിസ് മാത്രം പോരാ, പ്രധാനമായിട്ടും ടെസ്റ്റിസ് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വേറെ എന്തെങ്കിലും ഗ്രന്ഥികളുടെ പേരാണെങ്കിൽ അത് മാത്രം എഴുതുക. ബാക്കി ഓപ്ഷൻ കൂടെ നോക്കിയേക്കണം. ഓവറീസിലും ഉണ്ട് അഡ്രിനൽ ഗ്ലാൻഡ്. ഓവറി സ്ത്രീകളുടെ അല്ലേ, അപ്പൊ അവിടെ എന്തുണ്ടാവും എന്ന് വിചാരിക്കരുത്. അവിടെ എന്താണ് ചെറിയ അളവിൽ ആൻഡ്രോജനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതായത് ടെസ്റ്റോസ്റ്റിറോൺ ചെറിയ അളവിലുണ്ടാവും അല്ലേ. ആ അളവ് കൂടുമ്പോഴാണ് സ്ത്രീകളിൽ കുറച്ചുകൂടെ മസ്കുലൈൻ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നത്, അങ്ങനെയുള്ള ശരീരപ്രകൃതിയൊക്കെ വരുന്നത്. ചില വ്യായാമ മുറകളൊക്കെ ഈ പറയുന്ന ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂട്ടും. അതുകൊണ്ടാണ് അമിതമായിട്ട് അല്ലേ ഒരു എന്താണ് പറയുക, ഒരു ആരോഗ്യ വിദഗ്ധന്റെ സഹായം ഇല്ലാതെയൊക്കെ വ്യായാമം ചെയ്യുന്ന ചില സ്ത്രീകളൊക്കെ ആ ഒരു സ്ട്രക്ചറിലേക്ക് മാറിപ്പോകാനുള്ള കാരണം അതാണ്, ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനം കൂടിപ്പോകും. അതേപോലെ നേരെ തിരിച്ച് പുരുഷന്മാരിൽ നമുക്കറിയാം ആൻഡ്രോജനുകളാണ് പ്രധാനം. പക്ഷെ അവിടെയും ഈ പറഞ്ഞ രീതിയിൽ ചെറിയ അളവിൽ സ്ത്രീ ലൈംഗിക ഹോർമോണുകൾ ഈസ്ട്രോജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ. അവിടെ അതായത് പുരുഷന്റെ ലൈംഗികാവയവം ടെസ്റ്റിസ് അല്ലേ. അപ്പൊ ടെസ്റ്റിസ് എന്താ ഉൽപ്പാദിപ്പിക്കുക ചോദിച്ചാൽ ആൻഡ്രോജനുകൾ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ. അതോടൊപ്പം ചെറിയ അളവിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? യെസ്, പുരുഷനിലും ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന്റെ അളവ് ഇത്തിരി കൂടുമ്പോഴാണ് സ്ത്രൈണ സ്വഭാവം കയറി വരുന്നത്. ചില പുരുഷന്മാർ കാണുന്നില്ലേ, നമ്മൾ ആ രീതിയിലുള്ള ചില പ്രത്യേകതകൾ കാണും. ശബ്ദത്തിൽ പ്രത്യേകതകൾ ഉണ്ടാവും, ചിലപ്പം കൈയും കാലും കൊണ്ടൊക്കെയുള്ള കളികളിലൊക്കെ പ്രത്യേകത ഉണ്ടാവും, ചിലപ്പോൾ ശരീര ആകൃതിയിൽ ചില വ്യത്യാസങ്ങളും നടപ്പിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഓക്കെ, അപ്പം ആൻഡ്രോജനുകൾ എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു? പുരുഷനിലും സ്ത്രീയിലും, ടെസ്റ്റിസിലും ഓവറിയിലും അഡ്രിനൽ ഗ്ലാൻഡിലും. അതേപോലെ എന്താണ്? യെസ്, സ്ത്രീ ലൈംഗിക ഹോർമോണുകൾ ഈസ്ട്രോജനുകൾ എവിടെ ഉൽപ്പാദിപ്പിക്കുന്നു? യെസ്, അവിടെ മെയിൻ ആരാണ്? ഓവറി. ചെറിയ അളവിൽ എവിടെ? ടെസ്റ്റിസിലും അഡ്രിനൽ ഗ്ലാൻഡിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലരും തെറ്റിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ തൈറോക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ കാൽസിട്ടോണിൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പാരാതൈറോയിഡിന്റെ കൂടെ പറയാന്ന്. ഇതാണ് സംഭവം. അതായത് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിട്ടോണിനും പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോണും ഇവർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ക്രമമായി നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഓക്കെ, അതിൽ കാൽസിട്ടോണിൻ എന്താ ചെയ്യുക? കാൽസിട്ടോണിൻ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുക. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ആളാണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുക, കാൽസ്യം ഇൻ ബ്ലഡ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്ന ആളാണ് കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂട്ടുന്നയാളാണ് ആര്? പാരാതെർമോൺ. കാൽസിട്ടോണിന് പാര വെക്കുന്ന ആളാണ്, നേരെ തിരിച്ച് കൂട്ടി കൊടുക്കുകയാണ് അല്ലേ. യെസ്, അങ്ങോട്ട് കൂട്ടി വിടുകയാണ് ആര്? പാരാതെർമോൺ. PTH എന്ന് പറയും. അപ്പോൾ ഒരാളത് പഠിച്ചാൽ നേരെ വിപരീതമാണ് മറ്റേ ആളത്. അപ്പോൾ നോക്കിയേ, കാൽസിട്ടോൺ എന്താ ചെയ്യുന്നത്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. എങ്ങനെയൊക്കെയാണ് കുറയ്ക്കുന്നത്? ഒന്ന്, ബൈ റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് കാൽസ്യം റിലീസ്ഡ് ഫ്രം ബോൺസ് ടു ബ്ലഡ് സ്ട്രീം. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ കാൽസിട്ടോണിൻ സഹായിക്കുന്ന ഒരു രീതി ഇതാണ്. എന്ത് ചെയ്യുന്നു? അതായത് അസ്ഥികളിൽ നിന്ന് രക്തത്തിലേക്കുള്ള കാൽസ്യത്തിന്റെ വരവിനെ എന്ത് ചെയ്യുന്നു? തടയുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു. ബൈ റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് കാൽസ്യം റിലീസ്ഡ് ഫ്രം ബോൺസ് ടു ബ്ലഡ് സ്ട്രീം. അസ്ഥിയിൽ നിന്ന് രക്തത്തിലേക്കുള്ള കാൽസ്യത്തിന്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, കുറച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നു. രണ്ടാമത്തെ രീതി എന്താ? ബൈ റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് കാൽസ്യം ദാറ്റ് ദ കിഡ്നീസ് റീഅബ്സോർബ് ആൻഡ് റിലീസ് ബാക്ക് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. വൃക്ക എന്ത് ചെയ്യും? യെസ്, കാൽസ്യം റീഅബ്സോർബ് ചെയ്യും, പുനരാകിരണം ചെയ്യും. എന്നിട്ട് എങ്ങോട്ടേക്ക് കൊടുത്തേക്കും? ബ്ലഡ് സ്ട്രീമിലേക്ക് കൊടുത്തേക്കും. അത് തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ അളവ് കുറച്ചുകൊണ്ടും കാൽസ്യത്തിന്റെ അളവ് രക്തത്തിൽ ആര് നിയന്ത്രിക്കുന്നു? കാൽസിട്ടോണിൻ നിയന്ത്രിക്കുന്നു. റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് കാൽസ്യം ദാറ്റ് ദ കിഡ്നീസ് റീഅബ്സോർബ്. കിഡ്നികൾ, വൃക്ക പുനരാകിരണം ചെയ്യുന്നതിന്റെ അളവ് കുറച്ചുകൊണ്ട് അല്ലേ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കാൻ ആര് സഹായിക്കുന്നു? കാൽസിട്ടോണിൻ സഹായിക്കുന്നു. ഓക്കെ, നേരെ വിപരീതം ആര് ചെയ്യും? പാരാതൈറോയിഡ് ഹോർമോൺ അഥവാ PTH അഥവാ പാരാതെർമോൺ. PTH പാരാതൈറോയിഡ് ഹോർമോൺ, PTH എന്നാണ് അറിയപ്പെടുക. പാരാതെർമോൺ എന്ത് ചെയ്യും? ഹെൽപ്സ് ടു ഇൻക്രീസ് ദ കാൽസ്യം ലെവൽ ഇൻ
ബ്ലഡിലെ കാൽസ്യം ലെവൽ കൂട്ടാൻ സഹായിക്കുന്നു. അപ്പോൾ കൂട്ടുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാ നോക്കിയേ? ഹെൽപ്സ് ബോൺസ് ടു റെഡ്യൂസ് കാൽസ്യം. യെസ്, അതെങ്ങനെയൊക്കെയാ നോക്കിയേ നിങ്ങൾ? പാരാതൈറോയിഡ് ഹോർമോൺ PTH ഹെൽപ്സ് ബോൺസ് ടു റിലീസ് കാൽസ്യം ഇൻ ടു ബ്ലഡ് സ്ട്രീം. അസ്ഥിയിൽ നിന്ന് രക്തത്തിലേക്ക്, ബ്ലഡ് സ്ട്രീമിലേക്ക് കാൽസ്യത്തിന്റെ അളവ് കൂട്ടാൻ, അല്ലെ, അതിന് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. നേരത്തെ തടയല്ലേ ചെയ്തത്, ഇവിടെ അത് റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ ഹെൽപ്സ് ദ ഇൻറ്റസ്റ്റൈൻ ടു അബ്സോർബ് കാൽസ്യം ഫ്രം ഫുഡ്, അല്ലെ, ബ്ലഡ് അല്ലേ ഫുഡ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇൻറ്റസ്റ്റൈൻ കുടലിനെ സഹായിക്കുന്നു. എന്തിനെ? നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, അല്ലെ, കാൽസ്യത്തെ ആഗിരണം ചെയ്യാൻ ആര് സഹായിക്കുന്നു? ഇൻറ്റസ്റ്റൈനെ സഹായിക്കുന്നു. പിന്നെയോ ഹെൽപ്സ് കിഡ്നീസ് ടു റീഅബ്സോർബ് ഫ്രം ദ യൂറിൻ. നേരത്തെ പറഞ്ഞതിന് നേരത്തെ വിപരീതം, അല്ലേ? അതായത് കിഡ്നികൾ എന്ത് ചെയ്യുന്നു? മൂത്രത്തിൽ നിന്ന് പുനരാഗിരണം ചെയ്യാണ്. വീണ്ടും എന്തിനെ ആഗിരണം ചെയ്യാണ്? നമ്മുടെ കാൽസ്യത്തിനെ ആഗിരണം ചെയ്ത് ഇവിടത്തേക്ക് കൊടുക്കുകയാണ്, രക്തത്തിലേക്ക് കൊടുക്കുകയാണ്. അപ്പം രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു. അപ്പം നേരത്തെ അവിടെ പഠിച്ച രണ്ടിൻ്റെ നേരെ വിപരീതം രണ്ടെണ്ണം വിടാം. അതുകൂടാതെ എന്ത് ചെയ്യുന്നു? യെസ്, ഇൻറ്റസ്റ്റൈനിൽ എന്ത് സഹായിക്കുന്നു? കാൽസ്യത്തെ ഫുഡിൽ നിന്ന്, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കാൽസ്യത്തെ അബ്സോർബ് ചെയ്യാനും സഹായിക്കുന്നു. അങ്ങനെ 3 രീതിയിൽ എന്ത് ചെയ്യുന്നു? പാരാതെർമോൺ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നു. അങ്ങനെ കാൽസ്യട്ടോണിൻ കുറയ്ക്കുന്നു, രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ്, പാരാതെർമോൺ അത് കൂട്ടുന്നു. അങ്ങനെ നോർമലായിട്ട് നിലനിർത്തി പോവുകയാണ്. അപ്പോൾ ഈ ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം കാൽസ്യത്തിൻ്റെ രക്തത്തിലെ അളവ് വ്യത്യാസപ്പെടും. ഓക്കെ, അത് കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ ഹൈപ്പർ കാൽസീമിയ എന്ന് പറയും. കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഹൈപ്പോ കാൽസീമിയ എന്നും പറയും. അത് നിങ്ങൾക്കറിയാലോ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തൊക്കെ ഇതിൽ എന്തൊക്കെ കൂടുക, ഇത് കുറയുമ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടുന്നയാളെ അറിയാലോ, അല്ലേ? യെസ്, ആരാ? പാരാതെർമോൺ. കുറയ്ക്കുന്നയാളെ അറിയാലോ. അപ്പോൾ ആരായിരിക്കും കൂട്ടുക? ആരുടെ അളവ് കൂടുമ്പോഴായിരിക്കും ഹൈപ്പർ കാൽസീമിയ ഉണ്ടാവുക, ഹൈപ്പോ കാൽസീമിയ ഉണ്ടാവുക? അത് പാരാതെർമോണിനെ വെച്ചും പറയാം, തൈറോയിഡ് ഹോർമോണായിട്ടുള്ള കാൽസിട്ടോണിനെ വെച്ചിട്ടും പറയാം. അതൊന്ന് ചിന്തിച്ച് നോക്കട്ടെ, ഒന്ന് കമൻറ്റ് ചെയ്യണേ അത്. ഓക്കെ, യെസ്. അപ്പം ആ രീതിയിൽ അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. പാരാതെർമോണിൻ്റെ കുറവ് കൊണ്ട്, അല്ലെ, കാൽസ്യത്തിൻ്റെ അളവ് കുറയും. അങ്ങനെ ടെറ്റനി എന്ന രോഗത്തിന് കാരണമാകും. എന്താണ്? ടെറ്റനി. ടെറ്റനസ് അല്ലേ, അത് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ടെറ്റനി എന്ന രോഗത്തിന് കാരണം പാരാതെർമോണിൻ്റെ കുറവാണ് പ്രധാനമായിട്ട്. പാരാതെർമോൺ കുറയുന്നു, കാൽസ്യം കുറയുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോജന്റെയും കാര്യം നേരത്തെ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണത്. ഇത് രണ്ടും എവിടെ ഉണ്ടാവുന്നുണ്ട്? യെസ്, ടെസ്റ്റിസിലും ഓവറിയിലും അഡ്രിനൽ ഗ്ലാൻഡിലും ഉണ്ടാവുന്നുണ്ട്. അതിൽ പുരുഷന്റെ ലൈംഗിക ഹോർമോൺ ആകുമ്പോൾ പ്രധാനമായിട്ടും ടെസ്റ്റിസിൽ, സ്ത്രീ ലൈംഗിക ഹോർമോൺ ആകുമ്പോൾ പ്രധാനമായിട്ടും ഓവറിയിൽ, പക്ഷേ മറ്റുള്ളതിൽ ചെറിയ രീതിയിലും ഉണ്ടാവുന്നുണ്ട്. ആ രീതിയിൽ ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ച് വെക്കുക. ഓക്കെ, ദെൻ അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ മറ്റൊരു പേരാണ് സുപ്രാറീനൽ ഗ്ലാൻഡ്. സുപ്രാറീനൽ, റീനൽ വൃക്ക, സുപ്രാറീനൽ, അഡ്രീനൽ, ഇതിന് രണ്ട് സെയിം മീനിങ് ആണ്. റീനൽ എന്ന് പറഞ്ഞാൽ വൃക്കയുമായി ബന്ധപ്പെട്ട, അഡ്രീനൽ വൃക്കയുടെ മുകളിൽ, അതിവൃക്കാഗ്രന്ഥി എന്ന് പറയും. അതിവൃക്കാഗ്രന്ഥി വൃക്കയ്ക്ക് തൊട്ട് മുകളിലായിട്ട് തൊപ്പി പോലെ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ്. അതുകൊണ്ട് അതിവൃക്കാഗ്രന്ഥി എന്ന് പറയും. അഡ്രിനൽ ഗ്ലാൻഡ് അഥവാ സുപ്രാറീനൽ ഗ്ലാൻഡ് എന്ന് പറയും. അഡ്രിനാലിൻ, അല്ലെ, നോർ അഡ്രിനാലിൻ, പിന്നെയോ കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, സെക്ഷൽ ഹോർമോണുകൾ. നേരത്തെ പറഞ്ഞ അഡ്രിനൽ ഗ്ലാൻഡ് ചെറിയ രീതിയിൽ സെക്ഷൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന പറഞ്ഞില്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. അപ്പോൾ അഡ്രിനൽ ഗ്രന്ഥിക്ക് കോർട്ടെക്സ് എന്ന ഭാഗവുമുണ്ട്, മെഡുല എന്ന ഭാഗവുമുണ്ട്. കോർട്ടെക്സ് എന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന, അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇതിൽ കോർട്ടിസോളും അൽഡോസ്റ്റിറോണും. അതേപോലെ തന്നെ ചെറിയ അളവിൽ സെക്ഷൽ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനൽ കോർട്ടെക്സ് ആണ്. അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നത് കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, ചെറിയ അളവിൽ സെക്ഷൽ ഹോർമോണുകൾ. ഓർമ്മിച്ച് വെച്ചൂടെ? ദെൻ മറ്റൊരു ഭാഗമാണ് അഡ്രിനൽ മെഡുല്ല. ബാഹ്യഭാഗവും ആന്തരഭാഗവും. ആന്തരഭാഗമാണ് മെഡുല്ല, അഡ്രിനൽ മെഡുല്ല. അത് മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. എല്ലാവർക്കും അറിയാൻ സാധനമാണ് അഡ്രിനാലിൻ, അഡ്രിനൽ ഗ്ലാൻഡ്. അതാരാണ്? യെസ്, അഡ്രിനൽ മെഡുല്ല എന്നുള്ള ഭാഗമാണെന്ന് ഓർമ്മിച്ച് വെക്കുക. അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ചിലപ്പോൾ പേര് വേറെ ഉണ്ടാവുക. അഡ്രിനാലിൻ, അഡ്രിനൽ ഗ്രന്ഥി, അല്ലേ, ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനാലിൻ. അതിൻ്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ. എന്താണ്? എപ്പിനെഫ്രിൻ. അതുകൊണ്ടോ എപ്പിനെഫ്രിൻ. നെഫ്രോ വൃക്ക, ദേവാക്കിനെ അഡ്രിനോ, അല്ലേ, അഡ്രിനാൽ ഗ്രന്ഥി, റീനൽ, റീനൽ വൃക്ക, എപ്പിനെഫ്രിൻ, നെഫ്രോ വൃക്ക, എപ്പി തൊട്ട് ഉപരിതലത്തിൽ. അപ്പം വൃക്കയുടെ ഉപരിതലത്തിൽ എന്ന അർത്ഥം തന്നെയാണ്. അപ്പോൾ എപ്പിനെഫ്രിൻ എന്ന് വിളിക്കും. അഡ്രിനാലിൻ അഥവാ എപ്പിനെഫ്രിൻ. നോർ അഡ്രിനാലിൻ, NOR മുന്നിൽ ചേർത്താൽ മതി. നോർ അഡ്രിനാലിൻ. അപ്പം എന്തായിരിക്കും? നോർ എപ്പിനെഫ്രിൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അഡ്രിനൽ കോർട്ടെക്സ് കോർട്ടിസോളും അൽഡോസ്റ്റിറോണും സെക്ഷൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അഡ്രിനൽ മെഡുല്ല അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉൽപ്പാദിപ്പിക്കുന്നു. അതൊന്ന് ഓർത്ത് വെച്ച് വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള
അതായത് അഡ്രിനൽ ഹോർമോണുകളായിട്ട് ബന്ധപ്പെട്ടുള്ള വിശേഷണങ്ങളാണ്. എമർജൻസി ഹോർമോൺസ്, അടിയന്തര ഹോർമോൺ. എമർജൻസി ഗ്ലാൻഡ് എന്ന് അഡ്രിനൽ ഗ്രന്ഥിയെ നമുക്ക് വിളിക്കാം. നമ്മൾ ഒരു അടിയന്തര സിറ്റുവേഷനിൽ പ്രവർത്തന സജ്ജമാക്കാൻ സഹായിക്കുന്നത് അഡ്രിനൽ ഗ്ലാൻഡ് ആണ്. അവിടെ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും. നമ്മളൊരു സന്ദർഭത്തിൽ അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കണോ അല്ലെങ്കിൽ പറന്ന് കളയണോ, ഫ്ലൈറ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനിക്കുന്നത് ഇത്തരം ഹോർമോണുകളാണ്. അതുകൊണ്ട് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഹോർമോൺ എന്ന് വിളിക്കും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഹോർമോൺസ്, എമർജൻസി ഹോർമോൺസ് എന്നൊക്കെ അറിയപ്പെടുന്നത് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഒക്കെയാണ്. അതിൽ തന്നെ പ്രധാനം ഏതാണ്? പ്രാധാന്യം ആർക്കാണ്? അഡ്രിനാലിനാണ് പ്രധാനമായിട്ടും അങ്ങനെ അറിയപ്പെടുന്നത്. ദെൻ നോർ അഡ്രിനാലിൻ സർജിക്കൽ ഹോർമോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ് സർജിക്കൽ ഹോർമോൺ? സർജറി ടൈമിൽ കൂടുതൽ ഉൽപാദനം. ഓക്കെ, അതുകൊണ്ട് സർജിക്കൽ ഹോർമോൺ നോർ അഡ്രിനാലിൻ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? സർജിക്കൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നുണ്ട്. ദെൻ സ്ട്രെസ് ഹോർമോൺ എന്ന് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് കോർട്ടിസോൾ ആണ്. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ ആണ് പ്രധാന സ്ട്രെസ് ഹോർമോൺ. ഇതൊക്കെ സ്ട്രെസ് ഹോർമോണുകൾ തന്നെയാണ്. സ്ട്രെസ് സിറ്റുവേഷനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും കോർട്ടിസോളും ഒക്കെ ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തന്നെയാണ്. പക്ഷെ പ്രധാനമായിട്ടും സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് കോർട്ടിസോളും, ദെൻ എമർജൻസി ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനും, സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനുമാണെന്ന് ഓർത്തു വെച്ചേക്കുക. ദെൻ കുഷിംഗ് സിൻഡ്രോമും അഡീസൺസ് ഡിസീസും, ഇത് രണ്ടും എന്തുമായി ബന്ധപ്പെട്ടതാ? നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന, അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോളുമായി ബന്ധപ്പെട്ടതാണ്. കോർട്ടിസോളിന്റെ അളവ് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ് കുഷിംഗ് സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. ഒക്കെ ആളെ പേരിൽ അറിയപ്പെടുന്നതാണ്, കണ്ടുപിടിച്ച ആളുടെ പേരിൽ അറിയപ്പെടുന്നതാണ്. ദെൻ കോർട്ടിസോളിന്റെ അളവ് കുറയുന്നത് കൊണ്ട്, സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ അളവ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന അവസ്ഥയാണ് അഡീസൻസ്. അഡീഷൻ എന്ന് കേട്ടിട്ട് കൂട്ടലാന്ന് വിചാരിക്കണ്ട കേട്ടോ, നേരെ വിപരീതമാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. കുഷിംഗ് സിൻഡ്രോം കോർട്ടിസോൾ കൂടുക, അഡീസൺസ് ഡിസീസ് കോർട്ടിസോൾ കുറയുക എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അത് അഡ്രിനൽ ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസിൽ അല്ലെങ്കിൽ എന്താണ് കുറവും കൂടുതലും അല്ലേ? യെസ്, ആ അർത്ഥത്തിൽ അറിഞ്ഞിരിക്കേണ്ട രണ്ട് രോഗങ്ങളാണ്. ദെൻ അടുത്ത നമുക്കുള്ളത് ഏതാണ്? പീനിയൽ ഗ്ലാൻഡ് ആണ്. ഓക്കെ, പീനിയൽ ഗ്ലാൻഡ് ജൈവ ഘടികാരം, ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് ഏത്? പീനിയൽ ഗ്ലാൻഡ്. ദെൻ തലച്ചോറിന്റെ ഒത്ത നടുക്കാണ്, അതുകൊണ്ട് തേർഡ് ഐ എന്നറിയപ്പെടുന്നതും ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ ആണ്. ഏതാണ്? മെലാട്ടോണിൻ. ഓക്കെ, യെസ്, മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. എന്ത് പേരിൽ അറിയപ്പെടും? സ്ലീപ്പ് ഹോർമോൺ, ഉറക്കത്തിന് സഹായിക്കുന്നു അല്ലേ? യെസ്, രാത്രി ഉറക്കത്തിന് സഹായിക്കുന്നു. രാത്രി മെലാട്ടോണിന്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും, പെട്ടെന്ന് ഉറക്കം വരും അല്ലേ? പകലുള്ള ജീവതാളക്കളെ, പകലും രാത്രിയുമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കപ്പെടുന്നത്. ആര്? പീനിയൽ ഗ്രന്ഥി. ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികളുടെ ഹോർമോൺ ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിലൂടെയാണ് പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൂടെയാണ് പോയിട്ടുള്ളത്. ഇതൊരു ടോപ്പിക് വൈസ് ക്ലാസ് ആകുമ്പോൾ മണിക്കൂറുകൾ നീണ്ട ക്ലാസ്സുകളായിട്ട് മാറും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാന ചോദ്യ മേഖലകളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിട്ടുള്ളത്. പിന്നീട് മറ്റൊരു ക്ലാസ്സിൽ വേറെ ചില ഏരിയകളിൽ നിന്നുള്ള പ്രധാന ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, ബൈ.